ഗുഡ് ഷെപ്പേർഡ് സ്കൂളിൽ കൊച്ചുകുട്ടികൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ മലയൻകീഴ് മലങ്കര കത്തോലിക്ക വിഭാഗത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗുഡ് ഷെപ്പേർഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് ബി ഡിവിഷനിൽ പഠിക്കുന്ന തന്റെ മകളുടെ മകൾക്കുണ്ടായ ദുരനുഭവം അറക്കൽ ബേബിച്ചൻ എന്ന പൊതുപ്രവർത്തകൻ പങ്കുവയ്ക്കുന്നത് കേൾക്കുക. എന്റെ പേര് അറക്കൽ ബേബിച്ചൻ എന്നാണ്. ഞാൻ ഇവിടുന്ന് പിടാരത്തു നിന്നാണ്, പേയാട് വിളിക്കുന്നത്. ഞാൻ വിളിച്ച ഒരു സ്കൂളിന്റെ ഇഷ്യൂ പറയാൻ വേണ്ടിയായിരുന്നു. എന്തായിരുന്നു? അവിടെ ഈ കുഞ്ഞു കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം, അത് ഒന്ന് പറയാൻ വേണ്ടിയായിരുന്നു. ഏത് സ്കൂളാ? നമ്മുടെ ഗുഡ് ഷെപ്പേർഡ് സ്കൂള്, മലയൻകീഴ് മണപ്പുറം ഗുഡ് ഷെപ്പേർഡ് സ്കൂള്. എന്താ വിഷയം? വിഷയം ഈ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുഞ്ഞുങ്ങള് ഭയങ്കരമായിട്ട് ദേഹോദ്രവം ഏൽപ്പിക്കുക, അവരെ പിന്നെ മൂത്രമൊഴിക്കാനും മറ്റുമൊക്കെ വിടാതിരിക്കുക, അങ്ങനെ നിരവധിയായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ അത് നമ്മുടെ കുട്ടിക്കാണോ ബുദ്ധിമുട്ടുണ്ടായേ? എന്റെ മകളുടെ കുഞ്ഞാണ്. പരാതി കൊടുത്തില്ലേ സ്കൂളില്? സ്കൂളിൽ പരാതി പറഞ്ഞായിരുന്നു, അത് നേരത്തെ പരാതി പറഞ്ഞായിരുന്നു. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല, കാരണം അതൊരു സഭ നടത്തുന്ന സ്കൂളാണ്. അപ്പൊ അവർക്ക് അവിടെ ഹെഡ് മിസ്സസ് എന്ന് പറയുന്നത് അവിടെ ഒരു സിസ്റ്ററാണ്. അപ്പൊ അവര് ഈ ടീച്ചർമാർക്കെല്ലാം സപ്പോർട്ടല്ലേ ചെയ്യുള്ളൂ അവര്, കാരണം അവർ ഈ ചെറിയ ശമ്പളമൊക്കെ കൊടുത്ത് നിർത്തുന്ന ടീച്ചർമാരാണ്. അപ്പൊ അവർക്ക് അതിൻ്റെതായതേ ഉണ്ടാവുള്ളൂ. അപ്പൊ അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഈ സിസ്റ്റർമാര്, ഹെഡ് മിസ്സസ് എന്ന് പറയുന്ന സിസ്റ്റർ, ഇപ്പൊ ഞങ്ങളിപ്പോ ബാലാവകാശ കമ്മീഷനും മന്ത്രിക്കും CM ഒക്കെ കംപ്ലൈന്റ് കൊടുത്തു, ഓൺലൈൻ വഴിയെല്ലാം കൊടുത്തു കഴിഞ്ഞു. PTA ഇല്ലേ അവിടെ? PT ഒക്കെ ഉണ്ട്. അതൊക്കെ സ്കൂളിന്റെ ഇതിലല്ലേ നടക്കുള്ളൂ. അതൊക്കെ നമ്മൾ സ്കൂള് പറയുന്ന മാതിരിയല്ലേ നടക്കുള്ളൂ. അത് നിങ്ങൾക്ക് അത്രയ്ക്ക് അറിയില്ലേ? പലതവണ പരാതി പറഞ്ഞതാണ് ഞങ്ങൾ, പല പരാതി പറഞ്ഞ. നമ്മുടെ കുട്ടിക്കല്ലാതെ വേറെ കുട്ടികൾക്കും ഇതുപോലത്തെ സമാനമായ ഇഷ്യൂസ് ഉണ്ടോ? സമാനമായ പല കുട്ടികൾക്കും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിന്റെ മുതുകിൽ ചൂരൽ വെച്ച് അടിച്ചിട്ട് അത് വലിയ പാടായിട്ട് കിടക്കുന്നത്. അതുപോലെ നിരവധിയായിട്ടുള്ള കുട്ടികളെ. മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുഞ്ഞുങ്ങൾക്ക് ഈ മൂത്രമൊഴിക്കാൻ മുട്ടുമ്പോഴത്തേക്ക് 5-6 വയസ്സുള്ള കുട്ടികളല്ലേ ഇവർ 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 6 അല്ലെങ്കിൽ 7 വയസ്സിന് അകത്ത്. അപ്പൊ ഈ കുട്ടികളെ മൂത്രമൊഴിക്കാൻ വിടാതിരിക്കുമ്പോഴത്തേക്ക് അതുമൂലം യൂറിനറി ഇൻഫെക്ഷനും അങ്ങനെയൊക്കെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ വരികയും ഡോക്ടറെ കാണിക്കുകയും അത് കഴിഞ്ഞ് നമ്മൾ ചെന്ന് വീണ്ടും പരാതി പറഞ്ഞിട്ടും അവരിത് തന്നെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ അവരെന്താ പറയുന്നത്? വേണേ പഠിപ്പിച്ചാൽ മതി, അല്ല കുട്ടിയെ വിളിച്ചോണ്ട് പോകാൻ പറയും, അങ്ങനെയൊക്കെ പറയുന്നുണ്ടോ? അതോ അല്ല, നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്കൂൾ നോക്കിക്കോളൂ. കാരണം ഞങ്ങൾക്ക് ഈ 1 വർഷത്തേക്ക് കിട്ടാനുള്ള ഫീസ് നിങ്ങൾ കംപ്ലീറ്റ് തന്നു കഴിഞ്ഞല്ലോ. അപ്പൊ ഇനി നമ്മൾ 1 വർഷത്തേക്ക് നോക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഒരുമാതിരി ഗുണ്ടായിസം പോലെയാണ്. കാരണം ടീച്ചേഴ്സ് ഗുണ്ടകള്, അതുപോലെ എല്ലാ ടീച്ചർമാരും അല്ല, ചില ടീച്ചർമാര്. ഇപ്പൊ അവിടെ മെയിൻ 2 ഗുണ്ട ടീച്ചർമാരുണ്ട്. പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവിടുത്തെ ഹെഡ് മിസ്ട്രസ് ഒരു സിസ്റ്ററാണ്, കന്യാസ്ത്രീ ആണെന്ന് നമ്മൾ ഈ പുറത്ത് ഈ ലോഹ മാത്രമേ ഉള്ളൂ പുറത്ത് വെള്ളയായിട്ടുള്ളത്. മനസ്സൊക്കെ പിശാചിൻ്റെതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ കുഞ്ഞു മക്കളെയൊക്കെ ദേഹോദരം ഏൽപ്പിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തൂടെ? ഇപ്പൊ ആ സ്കൂളിൽ തന്നെ പഠിപ്പിക്കണമെന്ന് എനിക്ക് നിർബന്ധമൊന്നുമില്ല. ഞാനും സഭയിലുള്ളത് തന്നെയാണ്. എന്റെ പേര് അറക്കൽ ബേബിച്ചൻ എന്നാണ്. മലങ്കര സഭ നടത്തുന്ന സ്കൂളാണ്. പക്ഷെ ഇവര് കാണിക്കണ തോന്നിയാസത്തിനൊക്കെ നമുക്ക് കൂട്ടുനിൽക്കാൻ പറ്റില്ല. അതിപ്പോ കന്യാസ്ത്രീ ആയിരുന്നാലും അച്ഛനായിരുന്നാലും അവര് തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ തെറ്റായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ച് മുന്നോട്ട് പോകണം. ഞാനൊരു പൊതുപ്രവർത്തകനാണ്. ഞാൻ കർഷക കോൺഗ്രസ് പാർട്ടിയുടെ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറിയാണ്. അതുപോലെ വ്യാപാരി വ്യവസായി, ഇന്ത്യൻ നാഷണൽ വ്യാപാരി വ്യവസായി കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറിയും കൂടെയാണ്. അപ്പൊ ഞാൻ പല പ്രാവശ്യം ഇതിന്റെ അടുത്ത് പോയി പരാതി പറഞ്ഞിരുന്നു. അപ്പോൾ ഇന്ന പോലെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. പിന്നെ ഇവർ കൈവച്ച് അടിക്കുക ടീച്ചർ, അതിലൊരു നാൻസിയും ഒരു രാഖിയാണ്. ഇവർ 2 പേരുമാണ് മെയിൻ ഗുണ്ട ടീച്ചർമാർ. ഇവർ കുഞ്ഞുങ്ങളെ കൈ കൊണ്ടടിക്കുക. ഇപ്പോൾ ഒരു 70 കിലോ 80 കിലോ വെയിറ്റ് ഉള്ള ഒരു സ്ത്രീ 5 വയസ്സ് ഒരു 6 വയസ്സുള്ള ഒരു കുഞ്ഞിനെ അടിച്ചു കഴിഞ്ഞാൽ ആ അടിയുടെ വെയിറ്റ് എത്രയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതല്ലേ ഉള്ളൂ. അപ്പൊ അതൊക്കെ ചെയ്യുന്നത് ഒരു സഭാ നേതൃത്വം ചെയ്യുന്ന ഒരു സ്കൂൾ, അല്ലെ കന്യാസ്ത്രീമാര് നടത്തുന്ന ഒരു സ്കൂളിന് അത് പറ്റിയതാണോ? നിരവധിയായിട്ടുള്ള പേരൻസിന് പരാതികൾ മാത്രമേ ഉള്ളൂ. പക്ഷേ അവർ ഈ 1 വർഷത്തെ നേരത്തെയുള്ള പൈസ അടച്ചതുകൊണ്ടും ഈ പരാതികൾ പറയുമ്പോൾ ഈ കുഞ്ഞുങ്ങളെ ഇവരെ എന്താണ് ശത്രുതാ മനോഭാവത്തോടെ ഇവിടെ കാണുമോ എന്നൊക്കെ ഉള്ളൊരു പേടി പല പേരൻസിനും ഉള്ളത് കൊണ്ടാണ് ഒരുപാട് പേര് ഇത് അവിടെ ഒരു വിഷയം ഉണ്ടാക്കാത്തത്. ഇല്ലെങ്കിൽ ഈ സ്കൂൾ നേരത്തെ അടച്ചു പൂട്ടേണ്ടി വരുമായിരുന്നു. അപ്പൊ അത് നമ്മൾ ഈ ടീച്ചേഴ്സിന്റെ പരാതി ഒരു ഹെഡ് മിസ്സസിന്റെ അടുത്ത് ചെന്ന് പറയുമ്പോൾ അവര് അത് ന്യായമായിട്ട് അത് പരിഹരിക്കുകയാണ് വേണ്ടത്. പക്ഷെ ഇവര് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ പേരൻസിൻ്റെയോട് പറയുകയാണ്, നിങ്ങളെന്നാ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ അടുത്ത സ്കൂൾ നോക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഈ ടീച്ചർമാരെ അവർ പ്രൊട്ടക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ എന്റെ മോൾ അവിടെ പഠിക്കുകയോ പഠിക്കാതിരിക്കുകയോ അതൊരു വിഷയമില്ല. പക്ഷെ എന്റെ കുഞ്ഞിനെ പോലെ ഇനി മറ്റു കുഞ്ഞുങ്ങൾക്ക് പറ്റരുത്. അപ്പൊ അത് എല്ലാ സ്കൂളുകളിലും ഇത് ബാധകമാകണമെന്നും മാസത്തിൽ ഒരിക്കലെങ്കിലും ഓരോ ക്ലാസ്സിനും അധികാരികൾ പോയി
കുഞ്ഞുങ്ങളെ വിളിച്ച് അന്വേഷിക്കുകയും കാര്യങ്ങൾ അന്വേഷിക്കണം, ഇല്ലെങ്കിൽ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. പിന്നെ ഈ സ്കൂളിൽ തന്നെ ഈ 1ാം ക്ലാസ്സിൽ ഈ ഗുഡ്ഷപ്പേഡിൽ നടക്കുന്ന വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു 35-36 കുട്ടികളാണ് ഒരു ക്ലാസ്സിലിരിക്കുന്നത്. 39 കുട്ടികൾ ഒരു ക്ലാസ്സിലുണ്ട്. ഈ ക്ലാസ്സിൽ ഒരു കുഞ്ഞ്, അതായത് 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന 6 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു ടെസ്റ്റ് എടുക്കാൻ അല്പം താമസിച്ചാൽ, അല്ലെങ്കിൽ പേന എടുക്കാൻ താമസിച്ചു കഴിഞ്ഞാൽ പണിഷ്മെന്റ് കൊടുക്കുക. പണിഷ്മെന്റ് എന്താണ്? ഈ 36 കുട്ടികളുടെ മുമ്പിൽ വെച്ചിട്ട് ഒരു കുഞ്ഞിനെ പിടിച്ച് തറയിൽ നിലത്തിരുത്തുക ഒരു പീരീഡ് മുഴുവനും. അപ്പൊ ആ കുഞ്ഞ് മനസ്സ് വേദനിക്കുന്ന എത്രത്തോളമാണ്. അപ്പൊ ഇവരെ നല്ലൊരു നാളെ വാർത്തെടുക്കാൻ വേണ്ടിയാണോ ഈ സ്കൂൾ നടത്തുന്നത്? അതാ കുഞ്ഞുങ്ങളെ ക്രിമിനൽസുകളാക്കാൻ വേണ്ടിയാണോ? നമ്മളിത് കേരളത്തിനോട് ചോദിക്കേണ്ട ചോദ്യമല്ലേ ഇത്? നമ്മൾ ഇത്രയും കാശില്ലാത്ത കാശുകൾ ഉണ്ടാക്കി നമ്മൾ പിന്നെ ഇവർ ചോദിക്കുന്ന ഫീസുകളും ഫണ്ടുകളും എല്ലാം കൊടുത്തുകൊണ്ട് നമ്മളെ കുഞ്ഞുങ്ങളെ, നമ്മൾ ഇത്രയും സ്നേഹിച്ച് ലാളിച്ച് വളർത്തുന്ന കുഞ്ഞുങ്ങളെ ഇവർക്ക് അടിക്കാനും പിടിക്കാനും, അവർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടിക്കഴിഞ്ഞാൽ മൂത്രം ഒഴിക്കാതിരിക്കുക, യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് എൻ്റെ കൊച്ചുമോളെ ഡോക്ടറെ കാണിച്ച് അതിൻ്റെ ട്രീറ്റ്മെന്റിലാണ് ഇപ്പോഴും. അതൊക്കെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ധ്വംസനമല്ലേ നടക്കുന്നത്? അതും ഈ നമ്മുടെ കൊച്ചു കേരളത്തിൽ, അതും ഈ ക്രിസ്ത്യൻ സഭ നടത്തുന്ന ഒരു സ്കൂള്. ഇവർ കന്യാസ്ത്രീമാരല്ലേ? ഇവര് ഈ രാവിലെ മുതൽ പ്രാർത്ഥിക്കാൻ പോകുന്നവരല്ലേ? അവരെ മുമ്പിലിരിക്കുന്ന ഈ 5-6 വയസ്സുള്ള ഈ കുഞ്ഞു മാലാകമാരെ കാണാതെ ഇവർ ഈ കാണാത്ത മാലാകമാരെയും ദൈവത്തിനെയും വേണ്ടി പ്രാർത്ഥിക്കുന്നവരല്ലേ ഇവര്? ഞാനും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇതൊക്കെ ന്യായമായിട്ട് ആരും ചോദിക്കുന്നില്ല. ഇതിനെതിരെ ഒരു മനുഷ്യൻ ശബ്ദമുയർത്തുന്നില്ല. ഈ കേരളത്തിലെ പല സ്കൂളുകളിലും, മാനേജ്മെന്റ് സ്കൂളുകളിലും നടക്കുന്ന ഇതുപോലെയുള്ള ക്രൂരതകളും തെമ്മാടിത്തരങ്ങളും, അതിന് ഒരു മനുഷ്യൻ പ്രതികരിക്കാത്തോളം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ജനം അറിയണം, ജനം അറിഞ്ഞ് ജനങ്ങൾ പ്രതികരിക്കണം. അതിനുവേണ്ടിയാണ് ഞാൻ ഈ പറയുന്നത്. ഇന്നിപ്പോൾ കുഞ്ഞിനെ വൈകുന്നേരം മലയൻകീഴ് ഗവൺമെന്റ് ആശുപത്രിയിൽ കൊണ്ടുപോയി ട്രീറ്റ്മെന്റ് കഴിഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ നെറ്റിയിലും പിന്നെ ചെവിയുടെ അടുത്തുമൊക്കെ മുറിവും ചതവും ഉണ്ട്. കാരണം PT ടീച്ചർ എന്നും പറഞ്ഞിട്ട് ഇവരെ PT എടുക്കാൻ കൊണ്ടുപോയിട്ട് പുറത്ത് കൊണ്ടുപോയിട്ട് ടീച്ചറിന്റെ അശ്രദ്ധ, ടീച്ചർ കുട്ടികളെ കൊണ്ടേ വിട്ടിട്ട് ടീച്ചർ വേറെ എങ്ങോട്ടെങ്കിലും പോകും. അപ്പൊ ഈ കുട്ടിയെ മറ്റൊരു കുട്ടി ഓടി വന്ന് പുറകിൽ നിന്ന് തള്ളി കുഞ്ഞ് മറിഞ്ഞ് കമന്ന് വീഴുകയും നെറ്റി പൊട്ടി, നെറ്റിയിലും മുറിവ്, മുഖത്ത് മുറിവ്. അപ്പൊ അതെല്ലാം അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഏതാണ്ട് ഒരു 1:30 മണിയായപ്പോൾ ഞങ്ങളെ വിളിച്ചിട്ട് പറയണം, പേരൻസിനെ വിളിച്ചിട്ട് ഹെഡ് മിസ്സസ് പറയണം, നിങ്ങളെ കുഞ്ഞ് മറിഞ്ഞ് വീണു, വീണു. ഓടിയതല്ല, PT ടീച്ചർ കൊണ്ടുപോയതാണ് പുറത്ത്. എന്നിട്ട് അവര് ശ്രദ്ധിക്കാത്തത് കൊണ്ട് വേറെ കുട്ടികൾ പിടിച്ച് തള്ളി കളിച്ച് വേറൊരു കൊച്ചു വന്ന് ഈ നിന്ന കുട്ടിയെ പുറകിൽ കൂടി വന്ന് തള്ളിയിടുകയാണ് ചെയ്തത്. കുഞ്ഞുങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പക്ഷെ ഈ ടീച്ചർമാർ ശ്രദ്ധിക്കണ്ടേ? PT എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് പുറത്തിറക്കിയിട്ട് ഇവരെവിടെയെങ്കിലും പോകുന്നതാണ് ടീച്ചർമാര്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. അപ്പൊ അത് ഇവര് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാതെ ഞങ്ങളെ വിളിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ ചെന്ന് പിന്നെ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നേരെ ബാലാവകാശ കമ്മീഷനും അതുപോലെ CM-നും ഒക്കെ മെയിൽ അയച്ചത് പരാതി. അപ്പൊ ഇത് നമുക്ക് ഇങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല. കാരണം എന്റെ കുഞ്ഞ് മാത്രമല്ല, ഒരുപാട് നിരവധിയായിട്ടുള്ള, ഞാനൊരു പൊതുപ്രവർത്തകനും കൂടിയാണ്. അപ്പൊ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളിലൊക്കെ നമ്മൾ നിരന്തരം ഇടപെടുന്നതാണ്. അപ്പൊ ഇത് ചെറുതെന്നും പറഞ്ഞ് നമ്മൾ വിടുന്തോറും ഓരോ സ്കൂളിലും പല പല പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പൊ അതിനി ഉണ്ടാകരുത്. ഇവർക്ക് തക്കതായ ശിക്ഷ, ടീച്ചർമാരാണെങ്കിൽ അവർ പഠിപ്പിക്കാൻ പറഞ്ഞെങ്കിൽ അവർ പഠിപ്പിച്ചോട്ടെ. കുഞ്ഞുങ്ങളെ ദേഹത്ത് കൈകൊണ്ട് അവരടിക്കാനൊന്നും അവർക്ക് ആർക്കും ഒരു ഇതും കൊടുത്തിട്ടില്ല. ഒരു നിയമവുമില്ല, ഒരു നിയമത്തിലും ഇല്ല കുഞ്ഞുങ്ങളെ കൈകൊണ്ട് അടിക്കുക, മുതുകിൽ ചൂരൽ വെച്ചടിക്കുക. അത് നിങ്ങളായിരുന്നാൽ പോലും ഒരു പിതാവായി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് രോഷം കൊണ്ടുപോകും. അത്ര ഈ സ്കൂളിൽ നടക്കുന്ന സംഭവം, അതും 1ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ. അപ്പൊ ഇവരുടെ ദേഷ്യം തീർക്കാനുള്ള സ്ഥലമാണോ നമ്മുടെ ഈ കുഞ്ഞുമക്കളുടെ ദേഹം? മേൽ പ്രസ്താവിച്ച ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടി കുട്ടിയുടെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും ബാലാവകാശ കമ്മീഷനും അടക്കം പരാതി നൽകി കഴിഞ്ഞു. കുഞ്ഞുങ്ങളോട് കരുണ കാണിക്കാത്ത ഇത്തരം സ്കൂളുകൾക്കെതിരെ മാതൃകാപരമായ നടപടിയെടുക്കുക തന്നെ വേണം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.